പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീംകോടതി. 17 PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് കോടതി. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നുവെന്നും കോടതി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചിരികയാണ്. ഗൗതം, ഇത് സംബന്ധിച്ച് കോടതി എന്തൊക്കെ സുപ്രധാന നിലപാടുകളാണ് സ്വീകരിച്ചത്? കഴിഞ്ഞ ജൂണിലാണ് RSS നേതാവ് ശ്രീനിവാസനെ പാലക്കാട് 2022 PFI ഭീകരർ വധിച്ച കേസുമായി ബന്ധപ്പെട്ട് 17 പ്രതികൾക്ക് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച നടപടിയിൽ പിഴവ് വന്നുവെന്നാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി വാക്കാൽ നടത്തിയിട്ടുള്ള നിരീക്ഷണം. ഈ 17 പ്രതികൾക്ക് ഒറ്റയടിക്ക് ജാമ്യം നൽകിയത് തെറ്റായ നീക്കമായി. ഓരോ പ്രതികളുടേക്കും എതിരെയുള്ള കുറ്റാരോപണം എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വിശദമായി ആരായുകയും വിശദമായി പഠിച്ച ശേഷമാകണമായിരുന്നു ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് രണ്ട് ഹർജികളാണ് പ്രധാനമായും സുപ്രീം കോടതിയിലുള്ളത്. ഒന്ന്, ദേശീയ അന്വേഷണ ഏജൻസി ഈ PFI ഭീകരർക്ക് ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് കേരള ഹൈക്കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച NIA ഹർജിയുണ്ട്. ഇതുകൂടാതെ ശ്രീനിവാസൻ വധക്കേസിൽ തന്നെ പ്രതികളായിട്ടുള്ള PFI ഭീകരർ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുമുണ്ട്. കാരണം 17 പ്രതികൾക്കാണ് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. 9 പ്രതികൾക്ക് ഇപ്പോഴും ജാമ്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് ജാമ്യം ലഭിക്കാത്ത പ്രതികളും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഒപ്പം കേരള ഹൈക്കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസിയും ഹർജി നൽകി. ഇവ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിക്ക് പിഴവുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ രണ്ട് ഹർജികളും, അതായത് PFI ഭീകരർ സമർപ്പിച്ചിട്ടുള്ള ഹർജിയും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഹർജിയും അടുത്ത മാസം 13-ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. KP